ഈ ഒരു പച്ചക്കറി എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ്. ഏതൊരു ദോഷവും വരുത്താതെ തികച്ചും പ്രകൃതിദത്തമായ ഒന്നാണ് ഇത്. ഞാൻ ഇവിടെ ഒരു 5-6 ചെറിയ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. മുറ്റിയതെടുക്കരുത്, എങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. പിഞ്ച് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക എന്ന് പറയുന്നത് കറി വയ്ക്കാൻ നുറുക്കുമ്പോൾ തന്നെ അറിയാലേ ഒരു വഴുവഴുപ്പുള്ള ജെല്ല് കാണാം. ഈ ജെല്ല് സത്യത്തിൽ നല്ലൊരു ഹെയർ കണ്ടീഷണറാണ്. തികച്ചും നാച്ചുറലായി തന്നെ നമ്മളുടെ മുടി കണ്ടീഷണർ ഉപയോഗിച്ചതുപോലെ തിളക്കമുള്ളതും ഒതുങ്ങിക്കിടക്കുന്നതുമായ മുടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക സഹായിക്കും. അതുപോലെ തന്നെ വെണ്ടയ്ക്കയിൽ നിരവധി പോഷകങ്ങളും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ്. മുടി നല്ല ആരോഗ്യത്തോടെ വളരുന്നതിന്, മുടിക്ക് നല്ല ഉള്ളിൽ ലഭിക്കുന്നത് ഇത് സഹായിക്കുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ഗ്ലാസ് തെളിഞ്ഞ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചമ്പാവരിയുടെ കഞ്ഞിവെള്ളമാണ്. അതൊഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇത് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ആ ജെല്ലെല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മുടി കൊഴിച്ചിലകറ്റാൻ ഇത് സഹായിക്കും കേട്ടോ. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സത്യത്തിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ തന്നെ തലയിൽ നിന്നും താരൻ അകറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വെണ്ടയ്ക്ക ഹെയർ മാസ്ക് ഉപയോഗിച്ച ശേഷം നിങ്ങൾ വീണ്ടും ഹെയർ ജെൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. വെണ്ടയ്ക്ക കണ്ടീഷണർ എഫക്റ്റ് ഉള്ളതിനാൽ തന്നെ മുടിയെ നല്ല രീതിയിൽ ഹെൽത്തി ആക്കി നിലനിർത്താൻ ഇതിന് ശേഷിയുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഈ ഒരു വെണ്ടയ്ക്ക ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ അടുപ്പിച്ച് 2-3 മാസം ഉപയോഗിച്ചാൽ മുടിയുടെ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും. ഇനി ഈ കഞ്ഞിവെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ച് തന്നെ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നമ്മൾ അരിപ്പ വെച്ച് അരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ തോർത്തിലാവുമ്പോൾ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കുളിക്കുന്നതിനൊരു 15 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മുടെ നഖങ്ങൾ ഉപയോഗിച്ച്, നഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മാംസളമായ നഖത്തിൻ്റെ ആ ഭാഗമില്ലേ, വിരലിൻ്റെ ഭാഗം, ആ ഭാഗം വെച്ച് നല്ല രീതിയിലൊരു മസാജും കൂടെ കൊടുക്കുക. അമിതമായിട്ട് നമ്മുടെ മുടിയിൽ നമ്മൾ പിടിച്ച് വലിക്കാനും അതുപോലെ തന്നെ കൂടുതൽ പരിപാടിക്കൊന്നും നിൽക്കേണ്ട. കാരണം ഇത് ജെല്ലി ടൈപ്പ് ആയത് കാരണം മുടി ചിലപ്പോൾ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ ചെറിയൊരു മസാജ് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.